അപ്പം ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണങ്ങിയ ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഒരുപാട് നേരമല്ല, എന്നാലും അതൊന്ന് ഫ്രൈ ആവണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയമാവും. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് ഏകദേശം ഈ കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഞാനൊരു സവാള ദാണ്ട് ഈ രീതിയിലൊന്ന് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് പിന്നെ ഒരു ആവശ്യമെങ്കിൽ മാത്രം ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കീറി അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിലൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട. ഒന്ന് നന്നായി വടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം വഴറ്റരുത്, തേങ്ങയൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. എന്നാലും അതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ചെയ്യണമെങ്കിൽ ചെയ്താൽ മാത്രം മതി. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ ചമ്മന്തി അതിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചമ്മന്തി താണ്ട അതിൻ്റെ ആ ഒരു നനവൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നനവൊക്കെ അങ്ങ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം താണ്ട സവാള ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഞാൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ടേ നന്നായിട്ട് ഒരുപാട് നേരം ഒന്നും ഇട്ടിനി വഴറ്റി കൊടുക്കരുത്, കാരണം തേങ്ങ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.